രാജ്യത്ത് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വന്നത്. ഇന്നു മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. എന്നാൽ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാണ് മമതാ ബാനർജിയുടെ ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 നിയമങ്ങളും നടപ്പാക്കുന്ന കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് മമത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തിരക്കിട്ട് പാസാക്കിയതാണ് ക്രിമിനൽ നിയമത്തിനായുള്ള 3 ബില്ലുകളെന്നാണ് മമത ചൂണ്ടിക്കാട്ടുന്നത്. 146 പ്രതിപക്ഷ MP-മാർ ആ സമയം സസ്പെൻഷനിലായിരുന്നുവെന്നും മമത എടുത്തു പറയുന്നുണ്ട്. യാതൊരു ചർച്ചയും ഈ ബില്ലിൽ നടന്നിട്ടില്ല. പ്രതിപക്ഷ ശബ്ദമാകെ പാർലമെന്റിന് പുറത്തായിരുന്നുവെന്ന് മമത തുറന്നടിച്ചു. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ടാണ് ഈ ബില്ല് പാസാക്കിയത്. ലോക്സഭയിലെ 146 MP-മാരെയാണ് ബില്ല് പാസാക്കിയ ദിവസം സസ്പെൻഡ് ചെയ്തതെന്നും മമത പറയുന്നുണ്ട്. ബില്ല് പാസാക്കിയത് ജനാധിപത്യത്തിന്റെ ഏറ്റവും ഇരുണ്ട മണിക്കൂറിലാണ്. ഏകാധിപത്യപരമായ സമീപനമായിരുന്നു അത്. ആ ബില്ലിൽ തീർച്ചയായും പുനഃപരിശോധന ആവശ്യമാണെന്നും മമത ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നിയമം നടപ്പാക്കുന്നത് കുറച്ച് വൈകുമെന്നാണ് കരുതുന്നത്. ധാർമ്മികപരമായും പ്രാക്ടിക്കലായും ഇത് നടപ്പാക്കുന്നത് തെറ്റായ കാര്യമാണ്. അതിനാൽ തീയതി മാറ്റണമെന്നും മമത ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുതായി നിലവിൽ വന്ന പാർലമെന്റിന് മുൻപ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അവിടെ ഇത് പരിശോധനയ്ക്ക് വിധേയമാകണം. ചർച്ചകൾ നടക്കണം. ഈ നിയമങ്ങൾക്കെതിരെ പൊതുമധ്യത്തിൽ വളരെയധികം എതിർപ്പുണ്ട്. കാരണം ഇവ തിരക്കിട്ട് പാസാക്കിയതാണ്. പാർലമെന്റിൽ ഇത് പുനഃപരിശോധിക്കപ്പെട്ടാൽ മാത്രമേ ജനാധിപത്യ തത്വങ്ങൾ പാലിക്കപ്പെടുകയുള്ളൂ. ഇതിലൂടെ മാത്രമേ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഈ നിയമങ്ങളെ ഇഴകീറി പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവ പുനഃപരിശോധിക്കപ്പെട്ടാൽ നിയമ സംവിധാനത്തിൽ ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടും. രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മമത കൂട്ടിച്ചേർത്തു. അതേസമയം 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങളാണ് ഇതോടെ ചരിത്രമാകുക. അതായത് IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് ഇനി ചരിത്രമാവുക. കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന IPCയിൽ 511 വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ BNS-ൽ ഈ വകുപ്പുകൾ 358ആയി. ഭരണഘടനയിൽ IPC എന്ന് രേഖപ്പെടുത്തിയതിലും ഭേദഗതി വേണ്ടിവരും. പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ 20ഓളം മാറ്റങ്ങളാണുള്ളത്. വേഗത്തിലുള്ള നീതി ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങളുടെ സമകാലിക രൂപങ്ങളുമായി പൊരുത്തപ്പെടാനും ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായാണ് സർക്കാർ വാദം. പുതിയ നിയമനിർമ്മാണമനുസരിച്ച് വിചാരണ പൂർത്തിയായി 45 ദിവസത്തിനകം വിധി പുറപ്പെടുവിക്കുകയും ആദ്യവാദം കേട്ട 60 ദിവസത്തിനുള്ളിൽ കുറ്റം ചുമത്തുകയും വേണം. അധികാര പരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും 0 FIR ഫയൽ ചെയ്യാനും പോലീസ് പരാതികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനും സമൻസ് ഇലക്ട്രോണിക് സെർവിങ്ങിനും പുതിയ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ ഹീനമായ കുറ്റകൃത്യങ്ങൾക്കും ക്രൈം സീനുകളുടെ വീഡിയോഗ്രാഫി ഇപ്പോൾ നിർബന്ധമാണ്. കൂടാതെ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ സമൻസുകൾ ഇലക്ട്രോണിക് ആയി നൽകാം. BSSS വകുപ്പ് 173-ലാണ് 0 FIR-നെ കുറിച്ച് വ്യക്തമാക്കുന്നത്. ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകാം. പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ലെന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ആകില്ല. പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ 0 FIR രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം. ബലാത്സംഗം പോലെയുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ പ്രാഥമികാന്വേഷണവും നടത്തണം. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് പുതിയ നിയമത്തിൽ പറയുന്നത്.